ഹിജാബ് വിവാദത്തിൽ മുട്ടുകുത്തി ഇസ്ലാമിസ്റ്റുകൾ. സ്കൂൾ നിയമാവലി അനുസരിക്കാമെന്ന് ഒടുവിൽ വിദ്യാർത്ഥിനിയും കുടുംബവും അറിയിച്ചു. കുട്ടിയുടെ പിതാവ് മാനേജ്മെന്റിനെ നിലപാട് അറിയിച്ചു. ഹിജാബ് ധരിക്കാതെ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിൽ വരും. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ സംഭവം ഏറെ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനൊരു സാഹചര്യം മുതലെടുത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. SDP അടക്കണം ഇപ്പോൾ ഒളിവിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതായത് SDP പേരിൽ പ്രവർത്തനം നടത്തുന്ന പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരർ. അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി വേണം ഇതിനെ കാണാൻ, അല്ലേ? തീർച്ചയായും ഇതിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ആണ് ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിജാബ് പോലുള്ള വിഷയങ്ങളെ വർഗീയ പ്രശ്നങ്ങളാക്കി ഉയർത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എല്ലാ ഘട്ടങ്ങളിലും ശ്രമിച്ചിരുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടത്. ഏറ്റവും ആദ്യം ഈ പ്രശ്നം തിങ്കളാഴ്ചയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉണ്ടാകുന്നത്. ചൊവ്വാഴ്ച കുട്ടി ഹിജാബ് ധരിച്ച് എത്തുന്നു. ചൊവ്വാഴ്ചയും അതേ പോലെ തന്നെ, അതായത് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ മാനിക്കാതെ അടുത്ത ദിവസവും എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ പുറത്തു നിന്നുള്ള കൃത്യമായ പിന്തുണയും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളും ആസൂത്രണവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും SDP പോലുള്ള തീവ്ര സംഘടനകളുടെയും എല്ലാം തന്നെ പിന്തുണ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് വെള്ളിയാഴ്ചയാണ് ഏറ്റവും വലിയ കൂടുതൽ പ്രശ്നങ്ങൾ സ്കൂളിൽ ഇവർ ഉണ്ടാക്കുന്നത്, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. അവിടെ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, കുട്ടികളെ അടക്കം ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തപ്പോഴാണ് സ്കൂളിന് 2 ദിവസത്തെ അവധി നൽകിയത്. തുടർന്നാണ് ഇന്ന് ഒരു സമവായ ചർച്ചയ്ക്ക് ഇവർ മുന്നോട്ട് വന്നത്. സമവായ ചർച്ചയ്ക്ക് മുന്നോട്ട് വരികയും സ്കൂളിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് കുട്ടിയുടെ പിതാവ് മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഈ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ കൂടി പങ്കെടുത്ത ചർച്ചകളാണ്. അവർ ഇതിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വം നടത്തുകയും ഈ ചർച്ചകൾക്ക് മുൻകൈ എടുത്തു എന്ന അവകാശവാദങ്ങളും എല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഈ സ്കൂളിന്റെ നിയമങ്ങളെല്ലാം തന്നെ അനുസരിച്ച് മാത്രം തങ്ങൾ മുന്നോട്ട് പോകാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു സമവായം ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ കുട്ടി സ്കൂളിൽ വന്നു തുടങ്ങും. അത് ഹിജാബ് ധരിച്ചായിരിക്കില്ല. ഇതുവരെ പറഞ്ഞിരുന്നത് ഹിജാബ് ധരിക്കാതെ സ്കൂളിലേക്ക് വരില്ല, അങ്ങനെ മാത്രമേ ക്ലാസ്സിലേക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ വരുന്നില്ല എന്ന നിലപാട് അവർ മാറ്റിയിരിക്കുന്നു. തിങ്കളാഴ്ച ഹിജാബ് ധരിക്കാതെ തന്നെ വരാൻ തയ്യാറാണ്. സ്കൂളിന്റെ മാനുവൽ അംഗീകരിക്കാനും സ്കൂളിന്റെ യൂണിഫോം കോഡ് അനുസരിച്ച് മുന്നോട്ട് പോകാനും തയ്യാറാണ് എന്ന് ഒടുവിൽ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കടുംപിടുത്തത്തിന് കൂടിയാണ് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത്. ഈ വിഷയത്തെ വലിയ രീതിയിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, SDP അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്ക് കൂടി വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഈ നീക്കത്തിലൂടെ.